മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് ഫിലിംസ്, ട്രാവൽ വീഡിയോസ്, യൂട്യൂബ് മൂവീസ് എന്നിവ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോയുടെ ക്യാമറാസ് എന്ന സെക്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. റെഡ്മി, റിയൽമി ഈ രണ്ട് കമ്പനികളുടെയും പ്രത്യേകിച്ച് ഒരു കമ്പവുമില്ല. വേറൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു സ്മാർട്ട് ഫോൺ വേണം എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റിയു. നിങ്ങളുടെ സമയം ഒട്ടും പോകാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ വെറും ഒരു അൺബോക്സിംഗ് മാത്രമല്ല, പകരം 4 പ്രധാനപ്പെട്ട മേഖലകൾ നോക്കുന്ന ഒരു റിവ്യൂവും കൂടെയാണ്. ബിൽഡ് ആൻഡ് ഡിസൈൻ, ക്യാമറ, ഡിസ്പ്ലേ, കീ സ്പെക്. ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോഴേക്കും ഇത് വാല്യൂ ഫോർ മണി ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. മോട്ടോ 1 ആക്ഷൻ വരുന്നത് അത്ര സുപ്പീരിയർ ആയിട്ടുള്ളൊരു ബോക്സ് ക്വാളിറ്റിയിലൊന്നുമല്ല. പക്ഷേ സംഭവം ആൻഡ്രോയിഡ് 1 ആണ്. അതുപോലെ തന്നെ മോട്ടോയുടെ ഒരു പുതിയ അപ്രോച്ചാണ് ഈ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലോട്ടുള്ളത്. ഇതിനൊരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 21:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു സെൻസറുണ്ട്, 3500 mAh ബാറ്ററി ഉണ്ട്, ഡോൾബി അറ്റ്മോസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ലൊരു മൾട്ടിമീഡിയ പാക്കേജാണ്. ഇത് തമിഴ്നാട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു ഫീച്ചർ 4GB 64GB പൊതുവെ എല്ലാ ഫോണുകളിലും വരുന്നത്. പക്ഷേ ഇത് 4GB 128GB ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വേർഷൻ വരുന്നത്. ഇതിനേക്കാളും മുകളിലോട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ സ്റ്റോറേജ് ഓപ്ഷൻ ഫ്രം ദ ബേസ് ലൈൻ സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ മെമ്മറി കാർഡ് മേടിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ബോക്സ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇത് ചെറിയൊരു കേസൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. സ്പേസ് ലാഭിക്കാൻ വേണ്ടി മോട്ടോയുടെ ചെറിയൊരു സൂത്രപ്പണിയാണ്. ഇത് കയ്യിൽ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പ്രഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒത്തിരി വെയിറ്റ് ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ ഒത്തിരി എളുപ്പമായിരിക്കും. കാരണം കയ്യിൽ സംഭവം ഒതുങ്ങുന്നുണ്ട്. അതൊരു വലിയ ബൾക്കി ആയിട്ടൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പുതിയ ഫോണുകളൊക്കെ വരുന്നത് 4000-4500 mAh ബാറ്ററിയൊക്കെ വരുമ്പോഴേക്കും പോസിറ്റീവാണ്. ബട്ട് ഒത്തിരി വെയിറ്റും വരും. വേറെ ഒന്നുമില്ല, അതൊരു ബോക്സൊന്നുമല്ല. ഇനി അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ലീഫ്ലെറ്റ്സ് ലഭിക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ ഗൈഡുകൾ ലഭിക്കുന്നുണ്ട്, വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണത്. അപ്പം അവയും സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിന് ശേഷം ലഭിക്കുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ ടൈപ്പ് സി ആണ്. മീഡിയോക്രേ ആയിട്ട് ഒരു USB കേബിൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് നല്ല സംഗതിയാണ്. ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ച് പ്രൊഡക്റ്റ് ആയിട്ടല്ലായിരുന്നു. പക്ഷേ ഡിമാൻഡ് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും മോട്ടോ തന്നെ വില കുറച്ചതാണ്. അത് എന്തായാലും നന്നായെന്നേ പറയുള്ളൂ. ഇപ്പോൾ ഇത് 11,000 മുതൽ നമുക്ക് മേടിക്കാൻ കഴിയും. ഇനി നമുക്കൊരു സിമിജക്ടർ ടൂളുണ്ട് ആസ് യൂഷ്വൽ. ഇതിന് ശേഷം വരുന്നത് ഒരു 5.2 വാട്ട് 2 ആമ്പിൻ്റെ ഒരു ചാർജറാണുള്ളത്. പൊതുവേ നമ്മൾ കാണുന്ന 5V 2 ആംപ് ചാർജേഴ്സാണ്. പക്ഷേ ഇവിടെ മോട്ടോ ബൈ ലെനോവോ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വാട്ടെവർ അത് 3500 mAh ബാറ്ററി അല്പം കൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഇതൊരു ഫാസ്റ്റ് ചാർജറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ബോക്സിൽ ലഭിക്കുന്നത്. ഇനി ഈ ഡിവൈസിനെ കുറിച്ച് ചെറിയൊരു അനാലിസിസും ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂയിലോട്ട് നമുക്ക് വരാം. ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ആദ്യമേ സംസാരിക്കാം. വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ബിൽഡാണ്. പോളികാർബണേറ്റ് ബോഡിയാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ ഗൊറില്ല ഗ്ലാസോ അതുപോലുള്ള എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളൊരു സംഗതി സർട്ടിഫൈഡ് ആയിട്ട് ഇതിന് വാട്ടർ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിനകത്ത് ഉടായ്പില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ ബിൽഡ് മെറ്റീരിയലല്ല, പകരം ഇതിൻ്റെ ഡിസൈനിലാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ഈ ഡിവൈസിന് ലഭിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആ ഫിംഗർ പ്രിൻറ്റ് സെൻസർ മോട്ടോ ലോഗോയുടെ ഉള്ളിലാണ്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറ നന്നായിട്ട് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓവറോൾ ബോഡിയുടെ ആ ഫ്രെയിമും ബോഡിയുടെ കൺസ്ട്രക്ഷനും എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിത് കയ്യിൽ പിടിക്കുമ്പോൾ ഞാനിത് ഒത്തിരി ഫ്രണ്ട്സിനെ കാണിക്കുകയും ചെയ്തു. അവരൊന്നും ഇതിൻ്റെ ബഡ്ജറ്റ് ലെവലിലല്ല ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്തത്. ഡിസൈനിൻ്റെ കാര്യത്തിൽ Mi A3 പോലുള്ള സ്മാർട്ട് ഫോണുകൾക്ക് ഒരു എതിരാളിയാണ് ഈ സ്മാർട്ട് ഫോൺ. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ പ്യൂരിസം അറ്റ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ കൺസ്ട്രക്ഷനും നമുക്ക് കിട്ടുന്നൊരു ഫീലും. സോ ഓവറോൾ ഗ്രേറ്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം, ക്യാമറാസ്. നിങ്ങൾ ഈ സെഗ്മെൻറ്റ് കാണാതെ പോകരുത് പ്ലീസ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ യഥാർത്ഥ കപ്പാസിറ്റിയും കാലിബറും നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യമേ സ്പെക്ക് പറയാം. ഈ ഡിവൈസിന് 12 മെഗാപിക്സൽ f1.8 പ്രൈമറി ക്യാമറയും 16 മെഗാപിക്സൽ 117 ഡിഗ്രിയുള്ള ഒരു ആക്ഷൻ ക്യാമറയും 5 മെഗാപിക്സലുള്ള ഡെപ്ത് സെൻസറുമാണുള്ളത്. എന്തിനാണ് ഈ 16 മെഗാപിക്സൽ ആക്ഷൻ ക്യാമറ? പറയാം. 12 മെഗാപിക്സൽ സെൽഫി ക്യാമറയും ഈ ഡിവൈസിനുണ്ട്. 4K വരെ ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ആക്ഷൻ ക്യാമറയിലോട്ട് വരാം. അതിനുവേണ്ടിയാണ് നിങ്ങളോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആക്ഷൻ ക്യാമറയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആസ് യൂഷ്വൽ ഈ ഫോണിൽ വീഡിയോസ് എല്ലാം 21:9 ആസ്പെക്ട് റേഷ്യോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് സിനിമയുടെ ആ ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്.
ഇതിപ്പോൾ ഞാൻ നടന്നുകൊണ്ട് എടുക്കുന്നൊരു ഫുട്ടേജാണ്. ഇത് തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ ഫുട്ടേജ് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഇത് കാണേണ്ടതെന്ന്. ഞാൻ ഇതിനകത്തൊരു എഡിറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആദ്യമേ അവസാനം ഒന്നും ഞാൻ കട്ട് പോലും ചെയ്യാണ്ട് പ്ലേ ചെയ്തത്. സംഭവം കൊള്ളാലേ. ഫുൾ ക്യാമറ റിവ്യൂ ഉടനെ ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ഇനി ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്താൽ മാത്രം പോരല്ലോ, ഇത് കാണാനും പറ്റിയൊരു സ്ക്രീൻ വേണ്ടേ. ഈ ഡിവൈസിന് 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. IPS പാനലാണ് ഈ ഡിവൈസിനുള്ളത്. 21:9 എന്ന ഒരു പ്രത്യേകതരം ആസ്പെക്ട് റേഷ്യോ ആണ് ഈ ഡിവൈസിന് ലഭിച്ചിട്ടുള്ളത്. ഇതേ ആസ്പെക്ട് റേഷ്യോയിൽ ഒത്തിരി ഡിവൈസുകൾ വരുന്നില്ല. അതിന് കാരണം ഇത് സിനിമ ആസ്പെക്റ്റാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ മൂവി തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരു ഫിലിം, അതും 21:9 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ മൊബൈലിൽ ധാരാളം സിനിമകൾ കാണുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഡിസ്പ്ലേ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. 432 പിക്സൽസ് പെർ ഇഞ്ച് പിക്സൽ ഡെൻസിറ്റി ലഭിക്കുന്നുണ്ട്. കാരണം 1080x2520 എന്ന റെസൊല്യൂഷനിലാണ് ഈ ഡിസ്പ്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മൂവി ബഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും സൂപ്പർബായിരുന്നു, കാരണം ഡോൾബി ഉണ്ട്. ഇനി ഇതിൻ്റെ കീ സ്പെക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻ, അതായത് ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെല്ലാം ഞാൻ പറയാം. ഇതൊരു ആൻഡ്രോയിഡ് 1 ഡിവൈസാണ്. അതായത് പക്ക സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. ആകെ മൊത്തം മോട്ടോ മോഡ്സ് ആണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്നത്. കുറച്ച് മോട്ടോ ആക്ഷൻസ് വരുന്നുണ്ട്, അത്ര മാത്രം. അല്ലാത്ത രീതിയിലെല്ലാം എങ്ങനെയാണോ ഗൂഗിൾ നമുക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവം കിട്ടും. ഈ ഡിവൈസ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പാച്ച് ആയിരുന്നു അതിൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ്രോയിഡ് 9 Pie ആയിരുന്നു ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ 10 നമുക്ക് ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം മോട്ടോയുടെ കയ്യിലാണ്. പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും പറഞ്ഞൊരു നിയർ പിക്സൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അതെല്ലാവർക്കും അത്ര സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇനി ഇതിൻ്റെ വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് 128 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ്. ആൻഡ്രോയിഡ് 1 ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അനാവശ്യമായ ആപ്പുകളോ ഡേറ്റകളോ ഒന്നും ഫോണിലില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. ഈ ഡിവൈസിൽ റൺ ചെയ്യുന്ന ചിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710, 712 എന്നീ ചിപ്പുകളുമായിട്ട് കിടപിടിക്കുന്ന 2.2 GHz വർക്ക് ചെയ്യുന്ന Exynos 9609 എന്ന ചിപ്പാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ P70 അതുപോലെ മറ്റ് പ്രമുഖ ചിപ്പുകളിൽ നമ്മൾ കണ്ട മാലി G72 MP3 എന്ന ഗ്രാഫിക്സ് പ്രോസസ്സറാണ് ഈ ഡിവൈസിലുള്ളത്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് പ്രോസസ്സറാണ്. ഇതുപോലെ തന്നെ ഈ ചിപ്പും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 712ഉം ഞാനൊരു സ്പെക് കമ്പാരിസൺ വെച്ചു. അവിടെ ജയിച്ചത് ഈ ചിപ്പായിരുന്നു, Exynos 9609. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂവിൽ ഞാൻ പറയാം. അത് ഉടനെ തന്നെയുണ്ട്. വിവോ U10 2 വീഡിയോസിന് ശേഷം ഇതിൻ്റെ ക്യാമറ റിവ്യൂവിന് ശേഷം ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ് അടുത്ത ഷെഡ്യൂൾഡ് വീഡിയോ. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ഇനി സെൻസേഴ്സിൻ്റെ കാര്യത്തിലും മോട്ടോ ഒരു കോംപ്രമൈസിലോട്ട് പോയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ സെൻസറുകളും ഈ ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു കട്ട് ഓഫ് നമുക്ക് ഒരു രീതിയിലും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഡിവൈസ് ഡോൾബി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓഡിയോ എക്സ്പീരിയൻസ് സൂപ്പർബായിരുന്നു ത്രൂ ഇയർഫോൺ ആസ് വെൽ as സ്പീക്കർ. ഇത്രയൊക്കെയാണ് ഈ ഡിവൈസിനെ കുറിച്ചുള്ള എൻ്റെ ഇനീഷ്യൽ റിവ്യൂവും അതുപോലെ തന്നെ അൺബോക്സിങ് എക്സ്പീരിയൻസും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സബ്സ്ക്രൈബ്ഡ് ആയിട്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകളും നമ്മുടെ ചാനലിൽ കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ കഴിയും, ഷെയർ ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ കഴിയും. അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ്.